രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് ആണ് ദിവസമൊക്കെ തുടങ്ങിയത്. അങ്ങനെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. CJ റോയ് അഥവാ ഡോക്ടർ റോയ്, ഈ ഡോക്ടറേറ്റ് വരെ പൈസ കൊടുത്ത് വാങ്ങിയതാണ് വ്യാജമെന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകളടക്കം പുറത്തു വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോൾ ജനമനസ്സുകളിൽ ഇടം നേടി വലിയൊരു ഹീറോ ആയിരുന്നു. യൂത്തിന്റെ ഇടയിൽ ഞങ്ങൾക്കും ഇങ്ങനെ പോലെ ആകണം, അല്ലെങ്കിൽ യൂത്തിന് ഒരു മോട്ടിവേഷൻ ആയിരുന്ന വ്യക്തിയായിരുന്നു CJ റോയ് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ മരണപ്പെട്ടതിനു ശേഷം താൻ കെട്ടിപ്പടുത്തി ഉയർത്തിയെടുത്തതെല്ലാം വ്യാജമായിരുന്നു. വ്യാജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തതാണെന്നല്ല, എന്നാൽ മറ്റൊരാളെ ചതിച്ചുകൊണ്ട് താൻ നേടിയതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ന്യൂസുകൾ അടക്കമാണ് പുറത്തു വരുന്നത്. ഇത്രയും കാലം ഇതെല്ലാം എവിടെ മറഞ്ഞിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഇടയിലാണ് എത്താത്തത്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വെട്ടിപ്പായിട്ട് ആൾക്കാർക്ക് അറിയാം കാര്യങ്ങൾ. എന്തായാലും CJ റോയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ ന്യൂസുകളാണ് പുറത്ത് വരുന്നത്. അദ്ദേഹം നേരത്തെ കരുതിക്കൂട്ടി തീരുമാനിച്ചിരുന്നു സ്വയം ജീവൻ ഒടുക്കാനായിട്ട്. ഇത്രയും വലിയൊരു കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ നേരത്തെ തന്നെ സ്വയം ജീവൻ ഒടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു 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 പിടിയും കിട്ടുന്നില്ല, എത്തും പിടിയും കിട്ടുന്നില്ല. സത്യം ഉള്ള കാര്യം പറയാം. ഞാനിങ്ങനെ ആലോചിക്കുക, ഇത് എന്തുവാ ഇത്രയും കോടീശ്വരൻ, എത്രയോ 10-12ഓളം റോൾസ് റോയ്സ്, ബുഗാട്ടി, അത് ഇത് ചപ്പ് ചവറ് ഫെറാറി, അത് മറിച്ചത് എല്ലാ കാറുകള്, എന്തുവാടേ കോടി കോടി കോടി, എത്ര വാരി പൈസ ചെലവാക്കിയാലും തീരാത്ത ലെവലിലുള്ള വളർച്ചയാണ് ഡോക്ടർ റോയ്. എന്നാൽ ഈ ഡോക്ടർ റോയ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ഡോക്ടർ റോയ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തേച്ചൊട്ടിച്ച് അതിനെ മുച്ചോടം മുടിച്ചിട്ടാണ് ഇങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് ഈ ഒരു ഡോക്ടർ റോയ് സെറ്റപ്പിലോട്ട് വളർന്ന് പന്തലിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നേർവഴിക്ക് വരുന്നത് അത് നമുക്കൊരു മോട്ടിവേഷനായിട്ട് നമുക്ക് ഏറ്റെടുക്കാം, അല്ലെ? നേർവഴിക്ക് നമ്മൾ വഴിവെട്ടി വന്ന് കഷ്ടപ്പെട്ട് ആരെയും ചതിക്കാണ്ട് നമ്മളൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി ഉയർത്തിയെടുത്തു കഴിഞ്ഞാൽ അതിലൊരു അന്തസ്സുണ്ട്. മറിച്ച് മറ്റൊരാളെ കുതുകാല് വെട്ടി, മറ്റൊരാളെ ചതിച്ചും മറ്റൊരാളെ മൂഞ്ചിച്ചും കൊണ്ട് നമ്മൾ എന്ത് നേടിക്കഴിഞ്ഞാലും അത് താൽക്കാലികം മാത്രമാണ്. ചിലപ്പോൾ കുറച്ചു കാലം നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഇതുപോലെ ദാരുണ്യമായ അന്ത്യം ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരാളെയും ഒരു ഗ്രൂപ്പിനെയും തോലച്ച് നാറാണത്താക്കിയിട്ടാണ് താൻ ഇപ്പുറത്തൊരു സാമ്രാജ്യം പടുത്തി ഉയർത്തിയെടുത്തതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ റോയ്ക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥ. ആ വ്യക്തി എങ്ങനെ എല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കുറച്ചു കാലം അനുഭവിച്ചു. നല്ല പ്രായത്തിൽ തന്നെ തീരേണ്ട അവസ്ഥയും വന്നു. അത് ഗതികേട് കൊണ്ട് സ്വയം ജീവൻ കൊടുക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ എത്രയൊക്കെ ആയാലും ഇത്രയും പണമുള്ള ഒരാള് എന്തൊക്കെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും. ആരെ വേണോ വിലയ്ക്ക് വാങ്ങാനുള്ള ശക്തിയുമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ആ സ്ഥിതിക്ക് ആ റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ദുരൂഹത ഉണ്ടെന്ന്. പക്ഷെ സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായ എന്തോ കാര്യം പുറത്തു വരാൻ പാടില്ല എന്ന് റോയ് എന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ തന്നെയും തന്റെ കുടുംബത്തിനെ അടക്കം ലോകം മൊത്തം ചെളിവാരി അടിക്കുമെന്നുള്ളൊരു ബോധ്യം ചിലപ്പോൾ തനിക്കുള്ളത് കൊണ്ടായിരിക്കും ആ കാര്യം പുറത്തു വരുന്നതിന് മുന്നേ തന്നെ റോയ് ഈ ലോകം വിട്ടുപോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ, മറിച്ച് മറ്റെന്തെങ്കിലും ആണെങ്കിൽ തീർത്തത് തന്നെ അങ്ങ് കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് എവിടെ കൊണ്ടുപോയില്ല, അവിടെ കൊണ്ടുപോകാണ്ട് 9 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി. അതിൽ തന്നെ ഒന്നാം തരം ദുരൂഹതയുണ്ട്. എന്തായാലും റോയ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ KK നമ്പൂതിരിയെയും കുതുകാല് വെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയി ആ സ്വത്ത് വെച്ചിട്ടാണ് ഇപ്പുറത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങി വേറെ സെറ്റപ്പ് ആയെന്നൊക്കെയാണ് കരക്കമ്പിയിലുള്ള സംസാരം. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് ഓരോ ദിവസവും കൂടുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒരു വോയിസ് കേട്ട് നോക്കാം. രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് ആണ് ദിവസമൊക്കെ തുടങ്ങിയത്. അങ്ങനെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നു. ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയ് ആ കാലത്ത്. അപ്പോ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കെൽട്രോണില് എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൾഫില് ജോലിക്ക് പോയി. കെൽട്രോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ. പല ആളുകളും ഇപ്പൊ കെൽട്രോണില് നമ്മുടെ TG കെൽട്രോണില് ജോലി ചെയ്തിരുന്നത്, നീലകണ്ഠൻ CR നീലകണ്ഠൻ കെൽട്രോണിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പല ആളുകളും അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുമായിരുന്നല്ലോ അതിന്റെ പ്രതിസന്ധി കാരണം. അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ
പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി. അപ്പൊ ഇങ്ങനെയാണ് ബംഗളൂരുവില് തുടങ്ങുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ കൊച്ചിയിലാണ്. അന്ന് ബംഗളൂരുവില് ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോ ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല. ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എക്സിക്യൂഷന്റെ ഒരു ഒഴിവ് വന്നപ്പോൾ പ്രോജക്റ്റ് മാനേജറുടെ അതില് റോയിക്ക് കണ്ണു വന്നു. അപ്പോൾ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു. മാത്രമല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പില്. അപ്പോൾ 2003 ക്രിസ്റ്റൽ 100 കോടി രൂപയുടെ ക്ലബിൽ കയറി. റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത്. 100 കോടി ക്ലബിൽ കയറി. കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ്. രഥയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ. അപ്പോ റോയി പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി. പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. 2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ലയ്ക്ക് ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പൊ ആ പോലീസ് കമ്മീഷണർ കുറെ വിവരങ്ങൾ കൊടുത്തു. റോയിയെ പിരിച്ചുവിട്ടു. റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക. അതായത് അതിന്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. റോയിയെ പിരിച്ചുവിട്ടു. പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട്. ഇതൊക്കെ റോയിയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക്, ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ. പാർട്ട്ണറുമാണ്. ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ്, സ്വന്തം പേരിൽ. അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് 6000 രൂപ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി. പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകള് അതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പണിതത് അതൊക്കെ എനിക്ക് വേണം, കുറെ പണവും വേണം, ഞാൻ പിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും നിന്നില്ല, ചെയ്തു. അതൊക്കെ ചെയ്തു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി. പിളരുകയല്ല, പ്രതിസന്ധിയിലാവുന്നു, കടക്കണിയിലൊക്കെ ആകുന്നു. അങ്ങനെ 2005-2006 പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് റോയ്. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം അല്ലേ, ഇതാണ് മൂലധനം എന്നുള്ളത്. അപ്പോ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദുബായിലെ ആദ്യത്തെ പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ 96 ഫ്ലാറ്റുകൾ പണിത് അത് ഇരട്ടിപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെന്റ് 20% നിന്ന് 10% കുറയ്ക്കുകയും 2 ദിവസം കൊണ്ട് ദുബായിലെ പ്രോജക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തു വന്നു. ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാത്തത് കൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി. ആ കാലത്ത് ഇവിടുത്തെ കാര്യങ്ങളും മര്യാദക്കല്ല, ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറി. ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ 40,000 രൂപ 60,000 രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ലേ, കിട്ടും ചില സ്ഥലങ്ങളിൽ നിന്ന്. അങ്ങനെ ഡോക്ടറേറ്റ് ഡോക്ടർ ആയത്. അപ്പോ ക്രിസ്റ്റല് കടക്കണിയിലായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ. അതെ, പ്രോജക്റ്റുകള് കൃത്യസമയത്ത് ചെയ്യാതെ വന്നപ്പോ പല ആളുകളും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്പൂതിരിയും ലതയും ഒളിവിൽ പോയി ആ കാലത്ത്. കുറച്ചു കാലം ലത ജയിലിലും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ.
അപ്പോൾ നമ്പൂതിരിയെ പറ്റി പിന്നെ വിവരമൊന്നും ഇല്ലാതാവുകയും ചെയ്തു. അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ അങ്ങ് മുടിച്ച് നാറാണത്താക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അവരെ പേരിൽ വാങ്ങേണ്ട വസ്തു അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള സംഭവത്തിന് സ്വന്തം പേരിൽ വാങ്ങിയിട്ട് നൈസായിട്ട് മൂഞ്ചിച്ചു എന്ന് തന്നെ ഇവിടെ പറയേണ്ടി വരും. ഈ വോയിസിൽ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് പോലെ മൂഞ്ചിച്ചു എന്ന് പറയേണ്ടി വരും. സത്യം ഇതാണ് നമ്മളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന CJ റോയ്. KK നമ്പൂതിരിയെ ഊഹിച്ചിട്ട് ഉള്ള ഒരു ചരിത്രമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നളിയന്മാരെ എനിക്കൊന്നും പറയാനില്ല. കുറെ പേര് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു, പുച്ഛമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എന്നെ പൂരത്തെറി വിളിയായിരുന്നു. നീ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാ, നീ എന്ത് കണ്ടിട്ടാടാ എന്നൊക്കെ പറഞ്ഞിട്ട് പൂരത്തെറി വിളിയായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. ഇതൊക്കെയാണ് മില്യണറൊക്കെ ആയി, പക്ഷെ മറ്റൊരാളെ മൂഞ്ചിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ അതിലൊരു അർത്ഥമില്ലാതെ പോകും. അതാണ് അതിന്റെ വേറൊരു വാസ്തവം. എന്തായാലും ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഒരു സാമ്രാജ്യം കെട്ടിപ്പടർത്തി ഉയർത്തി എടുത്തതെങ്കിൽ വളരെയധികം പരിതാപകരമാണ്. വളരെയധികം പരിതാപകരം എന്ന് പറയാൻ പറ്റത്തില്ല, ചീഞ്ഞ പരിപാടിയായിപ്പോയി, അതേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കൊള്ളാടെ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഡോക്ടറേറ്റ് അതും പൈസ കൊടുത്ത് വാങ്ങിയെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല. ജീവിച്ചിരുന്നപ്പോൾ നല്ല പേരായിരുന്നു. ഇപ്പോൾ വിട പറഞ്ഞപ്പോൾ ഇതായി അവസ്ഥ, എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണടേ. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെവിടെ കൂടിയെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തും, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ മറ്റൊരാളെ മൂഞ്ചിച്ചുകൊണ്ടുള്ള ചരിത്രമോ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി നമുക്കുണ്ടെങ്കിൽ ദൈവം തന്നെ എവിടെ കൂടിയെങ്കിലും ഇട്ട് കൊട്ടും. അതേ ഒരു വഴിയിൽ കൂടി തന്നെ നമ്മളെ അങ്ങ് തീർക്കും. അന്ന് KK നമ്പൂതിരിയും സ്വയം ജീവൻ വെടിഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരങ്ങൾ ഉണ്ടായിരുന്നത്. അതേ ഒരു അവസ്ഥയിലൂടെയാണ് ഈ പറയുന്ന റോയ് എന്ന് പറയുന്ന വ്യക്തിയും പോകുന്നതെന്നൊക്കെ ഉള്ള സെറ്റപ്പിലാണ് പറയുന്നത്. ഓക്കെ, അയാൾ പോയി, അത് പുറകെ റോയും പോയി. കർമ്മ അങ്ങനെ പറയേണ്ടി വരും. ഇനി ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് കൊടുക്കാം. ആ ന്യൂസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു താൻ ജീവൻ ഒടുക്കുമെന്ന്. അങ്ങനെ ജീവൻ ഒടുക്കിയെങ്കിൽ ഈ പറയുന്ന പോലെ ആപ്പൂപ്പ കേസൊന്നും അല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ എന്തൊക്കെയോ കളികളുണ്ട്, ടാക്സും അതിന്റെ അപ്പുറം ഇന്റർനാഷണൽ കളികൾ എന്തുണ്ട്. അത് ചിലപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോയുടെ കുടുംബത്തിനെ തന്നെ സമൂഹം ചെളിവാരി എറിയുന്ന അവസ്ഥയിലോട്ട് പോയേക്കാം. അതിലോട്ട് എത്തും മുന്നേ ആയിരിക്കും ചിലപ്പോൾ സ്വയം ജീവൻ വെടിഞ്ഞതെന്ന് തോന്നുന്നു. അറിയില്ല, നമുക്ക് ന്യൂസ് കേട്ട് നോക്കാം. ആത്മഹത്യയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. ഇന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരിക. അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റോയിയുടെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ പുറത്തു വന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ രീതിയിലുള്ള ഡയറി കുറിപ്പുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ കാലേകൂട്ടി റോയ് ഇത്തരം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിന്റെ ഒരു ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും വളരെ കൃത്യമായി എന്തുകൊണ്ട് CJ റോയിയെ പോലെയുള്ള ഒരു വലിയ വ്യവസായി ചെയ്തു എന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വ്യവസായ ലോകം ടാക്സ് ടെററിസം എന്നാണ് റോയിയുടെ ആത്മഹത്യയെ വിശേഷിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ഈ പരിശോധനകളുടെ പേരിൽ ഉദ്യോഗസ്ഥർ വല്ലാത്ത തോതിൽ റോയിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള തരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്രാഫിക്സ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയെ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ എക്സിൽ വ്യവസായ ലോകം ഇത് പോസ്റ്റ് ചെയ്തത് എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. കടുത്ത രോഷത്തിലാണ് വ്യവസായ ലോകം, സംശയമില്ല. അത് ആ വ്യവസായ ലോകത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കടങ്ങളില്ലാത്ത ലോണില്ലാത്ത ഒരു വ്യവസായി എന്ന രീതിയിൽ റോയിയെ പല രീതിയിൽ വിശേഷിപ്പിച്ചിരുന്നു. റോയിയുടെ ഇടപാടുകാരൊക്കെ സംതൃപ്തരായിരുന്നു. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തിയിലേക്ക് റോയി എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തത്സമയ വിവരങ്ങളുമായി ഡാനി പോൾ ചെയ്തു. ഡാനി, CJ റോയിയുടെ മരണം വ്യവസായ ലോകത്ത് സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. ഡാനി നിൽക്കുന്ന കൊച്ചിയിലും മറ്റും നിരവധി ഫ്ലാറ്റ് സംരംഭങ്ങളിലൂടെ 25ഓളം പ്രോജക്റ്റുകൾ കൊച്ചിയിൽ മാത്രം റോയിയുടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെയൊക്കെ അത്യാവശ്യം സംതൃപ്തരായ ഇടപാടുകാരുമാണ്. കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഇനി നമ്മുടെ രാജ്യത്തെ ഇൻവെസ്റ്റ്മെന്റുകൾ വേണം, വ്യവസായികൾക്ക് സ്വാഭാവികമായും നീതി ലഭിക്കണം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ പിന്നിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും വേണം. അതിനുള്ള ശ്രമത്തിലാണോ ഇപ്പോൾ SIT? രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തിനിങ്ങനെ ചെയ്തു എന്നത് വലിയ ചോദ്യമാണ്. അതൊരു ഇത്രയും വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് സംരംഭകൻ ഇദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നതാണ് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ കഴിയുമ്പോഴും അത് അത്തരം ഒരു ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്, അതൊട്ടും കുറയുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടത്തിയ പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയാവുന്ന വിലയിരുത്താവുന്ന ഡയറി കുറിപ്പുകൾ 9 പേജുള്ള കുറിപ്പുകൾ കണ്ടെത്തുന്നതുകൂടി അത് വലുതായി തന്നെ വർദ്ധിക്കുകയാണ്. കാരണം ആ കടങ്ങളില്ല എന്നൊരു ആശയത്തിൽ തന്നെയാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ അത് പടുത്തുയർത്തുന്നത്, വലിയ രീതിയിലേക്ക് അത് വിസ്തൃതമാകുന്നത്. അവരുടെ ഒരു ഉൽപ്പന്നത്തിന് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് സംശയങ്ങളടക്കം എവിടെയും തന്നെ പരാതികളില്ലാതെ അവർ മുന്നോട്ട് പോവുകയും രാജ്യത്തിനകത്തും പുറത്തും മറന്നു പന്തലിക്കുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ പോലും അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരാൾ, വളരെ ആത്മവിശ്വാസത്തോടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്ന ഒരാൾ, സോഷ്യൽ മീഡിയയിലടക്കം വളരെ സജീവമായിരുന്ന ഒരാൾ, പലപ്പോഴും നിരവധി പേർക്ക് പ്രചോദനമാകുകയും മുന്നോട്ട് ഈ ഗ്രൂപ്പിനെ തന്നെ മുന്നോട്ട് കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരാൾ പൊടുന്നനെ ഇല്ലാതാകുന്നു, സ്വയം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അത് എന്തിന്റെ പേരിലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ. അതിൽ 9 പേജ് അതിന് ആത്മഹത്യാക്കുറിപ്പ് എന്ന് കരുതാനാവില്ല എന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം അത് ലഭിച്ചത് മറ്റൊരിടത്തു നിന്നാണ്, ആത്മഹത്യ ചെയ്ത മൊഴിയിൽ നിന്നല്ല എന്നാണ് അവർ പരിശോധനയായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ തയ്യാറാക്കപ്പെട്ടതുമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിനെ അടക്കം മുന്നോട്ട് നയിക്കേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം, ആര്
സർക്കാർ ഇതിന്റെ സാരഥ്യത്തിലേക്ക് വരാൻ ഇതെല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എത്തപ്പെടുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഒരാളോടും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തലായിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അത്രമാത്രം ഒതുക്കപ്പെട്ടതില്ല, അത് എന്ത് രഹസ്യമായിരിക്കും, എന്താണ് അതിൻ്റെതായ ഒരു കാരണങ്ങൾ എന്നതെല്ലാമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇതിനുവേണ്ടി കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. അവരോട് കൂടുതൽ വിശദമായിട്ട്, കാരണം ഈ ദിവസങ്ങളുടെ ഒരു ആഘാതം അവരിൽ സൃഷ്ടിക്കുന്ന വേദനകൾ, അവരുടെ ശൂന്യതകൾ അത് വളരെ വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് പതുക്കെങ്കിലും അവർ പുറത്തു കിടക്കുമ്പോൾ കുറച്ചെങ്കിലും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ വ്യവസായ ലോകത്തിന്റെ ആശങ്കകൾ വലുതാണ്. ഈ ഉദ്യോഗസ്ഥരെ കരുവാക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് ആരെങ്കിലും മാറുന്നുണ്ടോ, അങ്ങനെ ഒരു നീക്കങ്ങളുണ്ട് എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. വ്യവസായ ലോകത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉദ്യോഗസ്ഥരിൽ നടക്കം അവിടെ വന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കും. ഈ ദിവസങ്ങളാകുമ്പോഴും ഒരു വിശദീകരണം, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്ത് നിന്ന് വേണ്ടപ്പെട്ട രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നതെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് എന്തായിരുന്നു അവരുടെ പരിശോധനകളുടെ ഒരു ഉള്ളടക്കം എന്തായിരുന്നു, എന്തൊക്കെയാണ് അവർ അവിടെ പരിശോധിക്കാനായിട്ട് വന്നത്, അങ്ങനെ കൃത്യമായ രീതിയിലൊരു വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ പറയേണ്ടതാണ്. പക്ഷേ ആ രീതിയിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത് ദുരൂഹതകൾ അവശേഷിക്കുന്ന വിലയിരുത്തലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്ത് വരേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഒരു വാർത്താ സമ്മേളനം കൊച്ചി കേന്ദ്രീകരിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതും അവസാന നിമിഷത്തിൽ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡയറി കുറിപ്പ് അടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അതുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുമ്പോൾ ഇതിൽ കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നത് തന്നെയാണ് ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഡാനി, ഇപ്പോൾ ആത്മഹത്യ കുറിപ്പ് എന്ന തരത്തിൽ പുറത്തു വന്നത് പോലീസ് ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഇത്തരം അന്വേഷണങ്ങൾ അത്തരം സ്ഥിരീകരണങ്ങളിലേക്ക് പോലീസ് പോകാറില്ല. പക്ഷേ ഡയറി കുറിപ്പ് ലഭിച്ചു എന്നത് നിഷേധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡയറി കുറിപ്പിൽ വളരെ കൃത്യമായി അദ്ദേഹം തന്റെ പിൻഗാമിയെക്കുറിച്ച്, തന്റെ ജീവനക്കാരെ സംരക്ഷിക്കണമെന്നതിനെക്കുറിച്ച്, തനിക്ക് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ച്, താൻ കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഡയറി കുറിപ്പാണ്. അത് റോയിക്ക് നേരത്തെ തന്നെ ഈ റെയ്ഡുകളുമായി ബന്ധപ്പെട്ട് 3 മാസം മുമ്പ് ഡിസംബറിലാണ് റെയ്ഡ് ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ ഉണ്ടാകുന്ന മാനസിക സംഘർഷം കൃത്യമായി വരച്ചു കാട്ടുന്ന ഡയറി കുറിപ്പാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ലഭിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റോയിയെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ, അല്ലെങ്കിൽ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട, വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നോ, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതായത് വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ, അതിജീവിക്കാനാകാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ചെന്ന് ചാടിയോ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര കരുത്തനായ, എപ്പോഴും സന്തോഷിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യവസായി ഇത്തരം ഒരു കടുക ചെയ്യില്ലല്ലോ. രഞ്ജിത്ത് അത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ജീവിതം ആഘോഷമാണെന്നും അത് ദുഃഖിച്ച് തീർക്കേണ്ടതല്ലെന്നും പൊരുതി നേടാനുള്ളതാണെന്നും എന്നെല്ലാം പറയുന്ന ഒരാൾ തന്നെയാണ് ഈ ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് കാരണം എന്നതാണ് അവിടെയാണ് അതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു കനം വർദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ രീതിയിൽ ഈ ഫണ്ടിങ് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതിന് ഇനിയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പുകളിലെ ഒരു വലിയ വിശദാംശങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും അവ്യക്തതകളുണ്ടോ? കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയത്, ഇതിലെ നിക്ഷേപകർ ആരെല്ലാമാണ്, ആരൊക്കെയാണ്, അതിൽ എത്രമാത്രമാണ്, അതിൽ ആരെല്ലാമാണ് ആ പേരുകാർ, അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ആ രീതിയിലുള്ളതായിരുന്നു എന്നതെല്ലാം തന്നെ പുറത്ത് വരേണ്ട കാര്യങ്ങളാണ്. ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പുറത്ത് വന്നിട്ടില്ലാത്തതുമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ആദായ നികുതി വകുപ്പ് തന്നെയാണ്. ഈ ദിവസങ്ങൾ അത്രയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലതാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവ് വേണം. അതിൽ ഇപ്പോൾ നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇത് വ്യവസായ ലോകത്തെ വല്ലാതെ ഉലച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ കൂടുതൽ സങ്കീർണതകൾ നിലനിൽക്കുന്നു. അത് മാറ്റേണ്ടതും ഔദ്യോഗികമായി തന്നെയുണ്ട്. രാജ്യത്ത് തന്നെ വ്യവസായ ലോകത്തെ വലിയ രീതിയിൽ ചർച്ചകളിലേക്ക് കൊണ്ടുപോയതാണ്. കാരണം ഇതിൽ പ്രതിക്കൂട്ടിലേക്ക് ഒരുപക്ഷെ ആരോപിക്കപ്പെടുന്നത് ഈ കേന്ദ്ര ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികൾ, അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ വലിയൊരു വിഭാഗം ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. അതുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ്. വൈകാതെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് തന്നെയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഒരാൾ സ്വയം ജീവൻ എടുക്കണമെങ്കിൽ 2 കാര്യമുണ്ട്. ഒന്നുകിൽ അയാൾ മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായി അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എന്തോ മറച്ചു വയ്ക്കാനുള്ള, അല്ലെങ്കിൽ പുറം ലോകം അറിയാൻ പാടില്ലാത്ത എന്തോ വലിയൊരു തെറ്റ് ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി പരമായിട്ട് നല്ല സെറ്റാണ്, ഫാമിലിയിൽ വേറെ പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നും ഇല്ല. പിന്നെ പണം എന്ന് പറയുന്നത് കുന്നുകൂടി മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല, പൈസയല്ല ഒരു പ്രശ്നം, ഫാമിലി അല്ല ഒരു പ്രശ്നം. പിന്നെ എന്താണ് റോയിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം? മാനസികമായിട്ട് താൻ തളർന്ന് തരിപ്പണമായി എന്ന് പറയുകയാണെങ്കിൽ, ഒരിക്കലും തൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഇവിടെ റോയ് എന്ന് പറയുന്ന വ്യക്തി മാനസികമായിട്ട് തളരത്തില്ല. അതിന്റെ റീസൺ ഇപ്പൊ ED റൈഡോ ഇൻകം ടാക്സ് റൈഡോ എന്ത് വേണോ വന്നോട്ടെ, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ മേടിക്കണേ എന്ന് പറഞ്ഞ് നിൽക്കും. പകരം തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ താൻ മാനസികമായിട്ട് തളരത്തുള്ളൂ, മാനസികമായിട്ട് പേടിക്കത്തുള്ളൂ. അല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. ഇനി മാനസികമായിട്ട് തളർന്നാലും എന്തൊക്കെയായാലും പൈസ കൊണ്ട് എനിക്ക് നികത്താൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പൈസ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത് സാധിക്കും. പൈസ കൊണ്ട് മൂടാൻ പറ്റുന്നതിന്റെ അപ്പുറം പൈസ തൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ പൈസ കൊണ്ട് മൂടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ റോയ് അത് ചെയ്യും. എന്നാൽ പൈസ കൊണ്ട് മൂടാൻ പറ്റാത്ത, പുറം ലോകം അറിഞ്ഞാൽ തന്നെയും തൻ്റെ കുടുംബത്തിനെയും ചെളിവാരി തേക്കപ്പെടുമെന്നുള്ളൊരു കാര്യമാണെങ്കിൽ
ഉറപ്പായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആയിരിക്കണം റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു കടുംകൈ ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇനി അവിടെ തീർത്തതാണെങ്കിൽ അത് അതിൻ്റെതായ ദുരൂഹതകളാണ്. അപ്പൊ ഇവിടെ എന്തോ നല്ല തക്കതായ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷെ റോയ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് CJ റോയ് അല്ലെങ്കിൽ ഡോക്ടർ റോയ് ആയ ചരിത്രം അത്ര നല്ലതല്ല. പിന്നിലോട്ടെന്നുള്ള കഥകൾ കേൾക്കുമ്പോൾ അത്ര നല്ല രീതിയിലല്ല വഴിവെട്ടി വന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. തെറി വിളിച്ച ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ ആദ്യം ഇതിന്റെ സത്യാവസ്ഥ അറിയുക, അറിഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുക. പിന്നെ ചില സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പുറത്തെല്ലാം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ സാഹചര്യത്തിൽ ചെറിയ ഹിന്റുകൾ ഇട്ടിട്ട് നമ്മൾ പോകും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ഒരു ഇത് അതിന്റെ കാരണം ഫുള്ള് ക്ലിയർ കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ തുറന്ന് പറയുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ചുമ്മാ ഒന്നും അറിയാതെ വന്നിരുന്ന വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഹിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ട് പോകാറുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.